നമസ്കാരം. ഈ മണിക്കൂറിലെ പുതിയ പ്രധാനപ്പെട്ട വാർത്തകളുമായി 9 മണി വാർത്തകൾ ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് സർക്കാരിന്റെയും ക്ലീൻ ചിറ്റ്. കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് ശുപാർശയിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടു. കൊല്ലം പൂരത്തിൽ RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ ചിത്രം. ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തിയത് ആശ്രാമം പുതിയകാവിലെ കുടമാറ്റ ചടങ്ങിൽ. ചിത്രം ഉൾപ്പെടുത്തിയത് നവോത്ഥാന നായകരുടെ കൂട്ടത്തിൽ. PMശ്രീയിൽ ചേരേണ്ടെന്ന് CPI. അവകാശങ്ങൾ കണക്കു പറഞ്ഞു വാങ്ങുകയാണ് വേണ്ടതെന്നും ജനയുഗം. കേന്ദ്ര സർക്കാരിന്റെ ദുശാഠ്യത്തിന് വഴങ്ങരുതെന്നും ആവശ്യം. PMശ്രീ പദ്ധതി ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ചർച്ചയാകും. കോട്ടയം കണമലയിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് കർണാടകത്തിൽ നിന്ന് വന്ന സംഘം. മുനമ്പത്ത് കേന്ദ്രമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിച്ച പ്രഖ്യാപനം ഉണ്ടാകാത്തതിൽ സമരസമിതിക്ക് അതൃപ്തി. ആശയക്കുഴപ്പം മാറാതെ മുനമ്പം നിവാസികൾ. സമരം തുടരുന്നു. മുസ്ലിം ലീഗിന്റെ മഹാറാലി ഇന്ന് വൈകിട്ട് കോഴിക്കോട്. നിയമ ഭേദഗതിക്കെതിരായ 10 ഹർജികളും ഇന്ന് സുപ്രീം കോടതി. ജീവിക്കാൻ വഴി തേടി മുതലപ്പൊഴിക്കാരുടെ പ്രതിഷേധം തുടരുന്നു. അഴിമുഖത്ത് കുടിൽ കെട്ടി സമരം തുടങ്ങും. ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസും ഉപരോധിക്കും. പോം വഴി ആലോചിക്കാൻ മന്ത്രി സജി ചെറിയാൻ വിളിച്ച ചർച്ചയും ഇന്ന്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി കേസിൽ ED നടപടികൾ. SFIO കുറ്റപത്രം പരിശോധിച്ച ശേഷം CBI അന്വേഷണം വേണമെന്ന ഹർജി ഇന്ന് ഹൈക്കോടതിക്ക് മുന്നിൽ. അനധികൃത സ്വത്ത് സമ്പാദന കേസ് ജോമോൻ പുത്തപ്പുരക്കലിന്റെ ഗൂഢാലോചനയെന്ന് KM എബ്രഹാം. അന്വേഷണം വേണമെന്ന് മുഖ്യമന്ത്രിക്ക് കത്ത്. കരുനാഗപ്പള്ളിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അമ്മയും 2 മക്കളും മരിച്ചു. കോട്ടയത്തെ അഭിഭാഷകയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ കേസെടുത്ത് പോലീസ്. ഭർത്താവിനോടും ബന്ധുക്കളോടും വിവരങ്ങൾ തേടി. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ബന്ധുക്കളുടെ മൊഴി. വിശദമായി നോക്കാം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് സർക്കാരിന്റെയും ക്ലീൻ ചിറ്റ്. അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു. P വിജയനെതിരെ വ്യാജമൊഴി നൽകിയെന്ന പരാതിയിൽ MR അജിത് കുമാറിനെതിരെ നടപടി വൈകുന്നതിനിടെയാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സർക്കാരിന്റെ അനുകൂല നിലപാടുകൂടി വന്നിരിക്കുന്നത്. ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാന്, 1 മാസം മുമ്പ് നൽകിയതാണ് വിജിലൻസ് ക്ലീൻ ചിറ്റ്. അത് മുഖ്യമന്ത്രി ഒപ്പുവെച്ചതോടുകൂടി അതിനൊരു ആധികാരികത കൂടി വന്നു എന്നത് മാത്രമാണുള്ളത്. ഒരു കാരണവശാലും ഏതൊരു ഘട്ടത്തിലും ADGP MR അജിത് കുമാറിനെ സർക്കാർ കൈവിടില്ല എന്നതുകൂടിയാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഔദ്യോഗികമായ നടപടിക്രമത്തിന്റെ ഭാഗമായി സർക്കാർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നൊരു വിശദീകരണമാണ് സർക്കാർ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് വിജിലൻസ് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറിനെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തിയാണ് തെളിവുകളില്ല എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പൂർണ്ണമായി കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയത്. ആ റിപ്പോർട്ട് ശരിവെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ ഫയലിൽ ഒപ്പുവെച്ചിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതേ സമയത്ത് തന്നെയാണ് വ്യാജമൊഴി ആരോപണത്തിൽ, അതായത് P വിജയനെതിരെ അദ്ദേഹം ഉന്നയിച്ച വ്യാജമൊഴി ആരോപണത്തിൽ സിവിലായോ ക്രിമിനലായോ കേസെടുത്ത് അന്വേഷണം നടത്താമെന്ന DGP ഷെയ്ഖ് ദർബെ സാഹിബിന്റെ ശുപാർശ വന്ന് തൊട്ടു പിന്നാലെയാണ് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിജിലൻസിന്റെ നടപടി ശരിവെച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ തീരുമാനം കൂടി പുറത്തേക്ക് വരുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ MR അജിത് കുമാറിനെ സർക്കാർ എത്ര കണ്ട് സംരക്ഷിക്കുന്നു എന്നതിന്റെ കൃത്യമായ ഉദാഹരണമായി ഈ നടപടി വ്യാഖ്യാനിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മാത്രവുമല്ല UPSCയുടെ അന്തിമ പട്ടികയിൽ, അതായത് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് 3 പേരുടെ പേര് ഇവിടേക്ക് ഒരു ചുരുക്കപ്പട്ടികയായി UPSC ബോർഡ് തിരികെ നൽകും. ആ പട്ടികയിൽ MR അജിത് കുമാർ ഉൾപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ ഒരുപക്ഷെ അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാനുള്ള സാധ്യത വരെ ഈ ഒരു പശ്ചാത്തലത്തിൽ തള്ളിക്കളയാനാവില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഡാൻ, ഒരു കാര്യം കൂടി, അതായത് ഡാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ P വിജയനെതിരായി വ്യാജമൊഴി നൽകിയെന്നുള്ള കേസ്, അതിൽ DGP തന്നെ
നടപടി ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്നു ആ കേസുമായി മുന്നോട്ട് പോകാൻ. ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ വന്ന സാഹചര്യത്തിൽ ആ കേസിന്റെ ഭാവി അതെന്താകും എന്നുള്ള ആകാംക്ഷ കൂടി മുന്നിലില്ലേ? അത് കേസെടുത്ത് അന്വേഷണം നടത്താമെന്ന തുടർ നീക്കങ്ങളിലേക്ക് തന്നെ കടക്കാനാണ്, സ്വാഭാവികമായി അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. പക്ഷേ അതിന് കാലതാമസം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം DGPയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ശുപാർശ വരുന്നു. ഇനി ആഭ്യന്തര വകുപ്പാണ് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടത്. മാത്രവുമല്ല, ഇന്റലിജൻസ് തലപ്പത്ത് P. വിജയനുണ്ട്. അങ്ങനെ നടപടി വൈകുന്ന സാഹചര്യമുണ്ടായാൽ P. വിജയൻ തന്നെ വീണ്ടും സർക്കാരിനെ സമീപിക്കും ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട്. അതായത് തന്നെ ബോധപൂർവം അപകീർത്തിപ്പെടുത്താനുള്ള നീക്കം M.R. അജിത് കുമാർ ക്രമസമാധാന ചുമതലയിലുണ്ടായിരുന്ന സമയം മുതൽ തുടങ്ങിയതാണ് എന്ന ആരോപണം വീണ്ടും ശക്തിപ്പെടുത്തും. അങ്ങനെ P. വിജയൻ വീണ്ടും ആഭ്യന്തര വകുപ്പിന് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ, അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇവരെ കാര്യങ്ങൾ നീളാനാണ് സാധ്യത. അതുകൊണ്ട് അടിയന്തരമായ ഒരു നടപടി ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉരുത്തിരിയേണ്ടത്. പക്ഷേ അത് എത്ര കണ്ട് അതിന് ആഭ്യന്തര വകുപ്പ് തയ്യാറാകുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. അതല്ല, അതിൽ കാലതാമസം നേരിടുന്ന പശ്ചാത്തലമുണ്ടായാൽ P. വിജയൻ വീണ്ടും ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെ സമീപിക്കാനാണ് സാധ്യത. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് സർക്കാർ ശരിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഡാൻ തുടരുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട് ഡാനിൽ നിന്ന്. ജോമോൻ പുത്തൻപുരയ്ക്കലും മറ്റ് 2 പേരും തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് KM എബ്രഹാം. ഇക്കാര്യം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. IPS ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. ഡാൻ തുടരുന്നുണ്ട്. ഡാൻ, ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഉണ്ടാകുമോ എന്നതാണ് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്. എന്ത് പ്രതീക്ഷിക്കണം? അങ്ങനെ ഒരു അന്വേഷണം നടത്താനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ തെളിഞ്ഞു വരുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് KM എബ്രഹാം. അദ്ദേഹം ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജോമോൻ പുത്തൻപുരയ്ക്കലും അതോടൊപ്പം തന്നെ മറ്റൊരു മുതിർന്ന IPS ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തി എന്നാണ് ഈ പരാതിയിൽ പ്രത്യേകമായി എടുത്തു പറയുന്നത്. വിജിലൻസിന്റെ മുൻ മേധാവിയായിരുന്ന ജേക്കബ് തോമസിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു ഗുരുതരമായ ആരോപണവുമായി KM എബ്രഹാം രംഗത്ത് വരുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നേരത്തെ അദ്ദേഹം ഫിനാൻസ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് മുതൽ ജേക്കബ് തോമസും KM എബ്രഹാമും തമ്മിലുണ്ടായ തർക്കങ്ങളും ഭിന്നതകളും അത് ഏത് തരത്തിലുള്ള ചേരിപ്പോരിലേക്ക് നയിച്ചതാണെന്നുമൊക്കെ വലിയ തരത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ സമയം മുതൽ തന്നെ നിൽക്കുന്ന തർക്കങ്ങളുടെ ബാക്കി പത്രമാണ് ഇപ്പോൾ KM എബ്രഹാമിനെ ലക്ഷ്യമാക്കിയുള്ള ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ പരാതിക്ക് പിന്നിൽ എന്ന ഗുരുതരമായ ആരോപണമാണ് KM എബ്രഹാം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ചുമതലയിൽ നിന്ന് സ്വയം രാജിവെക്കില്ല. മുഖ്യമന്ത്രി അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അപ്പോൾ ആ കാര്യം തീരുമാനിക്കുമെന്ന് കൂടി പറഞ്ഞു വെക്കുമ്പോൾ ഇന്ന് മന്ത്രിസഭാ യോഗം ചേരാനിരിക്കുകയാണ്. ഈ വിഷയമടക്കം മന്ത്രിസഭാ യോഗത്തിൽ ഒരുപക്ഷെ ഉയർന്നു വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതിനിടയിലാണ് KM എബ്രഹാം ഇങ്ങനെ ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരാതി പരിഗണിച്ചുകൊണ്ട് ഒരു IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ പരാതിക്ക് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഒരു സംഘത്തെ നിയോഗിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. തീർച്ചയായും ഡാൻ കുര്യനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. IAS തലപ്പത്ത് മാറ്റം. ഷർമിള മേരി ജോസഫാണ് വനിതാ ശിശു വികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. ഇനി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അധിക ചുമതല കൂടി ഉണ്ടാകും. S. ഹരികിഷോറിനെ നോർക്ക സെക്രട്ടറിയായി നിയമിച്ചു. മുഖ്യമന്ത്രിയുടെ OSDOയായും ലോക കേരള സഭയുടെ ഡയറക്ടറായും പ്രവർത്തിക്കും. കേശവേന്ദ്രകുമാറാണ് തദ്ദേശ വകുപ്പ് സെക്രട്ടറി. മിർ മുഹമ്മദ് KSIDC MD ആകും. തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അധിക ചുമതലയും ഉണ്ടാകും. TV അനുപമ തദ്ദേശ വകുപ്പിൽ സ്വതന്ത്ര ചുമതലയുള്ള സ്പെഷ്യൽ സെക്രട്ടറിയായി തുടരും. ശ്രീറാം സാംബശിവറാവുവിനെ ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമിച്ചു. പരിസ്ഥിതി വകുപ്പ് ഡയറക്ടറുടെ ചുമതല കൂടിയുണ്ട്. ഡോക്ടർ S. ചിത്രയാണ് ധനകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി. ഹരിത V. കുമാറിന് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ അധിക ചുമതല നൽകിയപ്പോൾ ശ്രീറാം വെങ്കിട്ടരാമന് KFC മാനേജിംഗ് ഡയറക്ടറുടെ ചുമതല കൂടി ലഭിച്ചു. സസ്പെൻഷനിലുള്ള IAS ഉദ്യോഗസ്ഥൻ N. പ്രശാന്ത് ഇന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് മുന്നിൽ ഹാജരായി വിശദീകരണം നൽകും. രാവിലെ 11-നാണ് ചീഫ് സെക്രട്ടറി സമയം നൽകിയിരിക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി A. ജയതിലകിനെതിരെ സമൂഹമാധ്യമം വഴി നിരന്തരം വിമർശനം നടത്തിയതിനാണ് കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന N. പ്രശാന്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചത്. ഹിയറിംഗ് ലൈവായി നടത്തണമെന്ന് N. പ്രശാന്തിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി തള്ളിയിരുന്നു.
വഖഫ് നിയമ ഭേദഗതിക്കെതിരായ മുസ്ലിം ലീഗിന്റെ അടക്കമുള്ള ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്യുള്ള 10 ഹർജികൾ പരിഗണിക്കും. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗിന്റെ മഹാറാലി ഇന്ന് കോഴിക്കോട് നടക്കും. വൈകിട്ട് 3 മണിക്കാണ് റാലി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങൾ പങ്കെടുക്കും. റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുനമ്പം നിവാസികൾ നടത്തുന്ന സമരം അതേസമയം തുടരുകയാണ്. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവിന്റെ സന്ദർശനത്തോടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് മുനമ്പം നിവാസികൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും മുനമ്പത്തുകാർ നിയമ പോരാട്ടം തുടരേണ്ടി വരുമെന്നാണ് മന്ത്രി പറഞ്ഞത്. കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിച്ച പ്രഖ്യാപനം ഉണ്ടായില്ലെന്നാണ് സമരസമിതിയുടെ നിലപാട്. ER രാഗേഷും നവമി ദിനേശും MS അനീഷ് കുമാറുമാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, 10ഓളം ഹർജികളാണ് ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. ഈ നിയമ ഭേദഗതിക്കെതിരായ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് ഈ ഹർജിയിൽ? ആര്യ, വഖഫിൽ നിയമ പോരാട്ടത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. കാരണം 73 ഹർജികൾ ഇപ്പോൾ ഏതായാലും സുപ്രീം കോടതി മുമ്പാകെ വന്നിട്ടുണ്ട്. കാരണം ആദ്യം തന്നെ ഈ ഹർജിയുമായി മുന്നോട്ട് പോയത് കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗ് പോയിട്ടുണ്ട്. ഒപ്പം തന്നെ സമസ്ത മുസ്ലിം ലീഗിന് മുൻപേ അവിടെ ഹർജി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ്, ബീഹാർ എന്നുള്ള കോൺഗ്രസിന്റെ MP ഹർജി നൽകിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി ഹർജിയുമായി പോയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം വിവിധ സംഘടനകൾ, രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. CPM, CPI തുടങ്ങിയ കക്ഷികൾ ഒക്കെ തന്നെ, തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളൊക്കെ തന്നെ ഹർജി നൽകിയിട്ടുണ്ട്. അപ്പം അങ്ങനെ 73 ഹർജികളാണ് സുപ്രീം കോടതി മുൻപാകെ വരുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് 2 മണിക്കാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ഈ ഹർജിയിലൊക്കെ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. മാത്രമല്ല ന്യൂനപക്ഷങ്ങളുടെ മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നിയമസാധുതയാണ് ഇത് എല്ലാവരും തന്നെ ചോദ്യം ചെയ്യുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ ഒരു തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ തടസ്സ ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകരുത്, മറിച്ച് സർക്കാരിന്റെ വാദം കൂടി കേൾക്കണം. അങ്ങനെ കേട്ടതിന് ശേഷമേ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് പോകാവൂ എന്നാണ് കേന്ദ്ര സർക്കാർ വാദിക്കുന്നത്. എന്നാൽ 6 സംസ്ഥാനങ്ങൾ ഈ നിയമത്തെ പിന്തുണച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിൽ എല്ലാം തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഹരിയാനയുണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ നിയമം എത്രയും വേഗം നടപ്പാക്കണമെന്നാണ് ഹരിയാനയൊക്കെ തന്നെ ഈ ഹർജിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഏതായാലും നിയമ പോരാട്ടത്തിന് നിന്ന് തുടക്കമാവുകയാണ്. അതിനിടെ ഇന്നലെ ഒരു ഹർജി കൂടി സമർപ്പിച്ചിരിക്കുന്നു. അതായത് ഈ ഭേദഗതിയിലെ നിയമം ഭേദഗതി ചെയ്തതിൽ ചില പാളിച്ചകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. അതായത് അഭിഭാഷകരായ ഹരിശങ്കർ ജെയിനും ഒപ്പം തന്നെ വിഷ്ണു ശങ്കർ ജെയിനുമാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. ചില വ്യവസ്ഥകളൊക്കെ തന്നെ ഈ വഖഫിന് അല്ലെങ്കിൽ വഖഫ് ബോർഡിന് ഭൂമികൾ ഏറ്റെടുക്കാൻ അവകാശം നൽകുന്ന തരത്തിലാണ് പല നിയമങ്ങളും ഇതിൽ തയ്യാറാക്കുന്നത്. അങ്ങനെ പാളിച്ചകളുണ്ട് ഈ പുതിയ ഭേദഗതിയിലടക്കം എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഗ്യാൻവാബിയിലൊക്കെ തന്നെ കോടതിയെ സമീപിച്ചത് ഇവരാണ്. അപ്പോൾ വഖഫിലും അവർ ഇപ്പോൾ കക്ഷി ചേർന്നു, അല്ലെങ്കിൽ ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നൊരു കാര്യം കൂടി ഇതിൽ എടുത്തു പറയേണ്ടതാണ്. ഏതായാലും 2 മണിക്ക് ശേഷമാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി പരിഗണിക്കുന്നത്. തീർച്ചയായും ER രാഗേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. നവമി ദിനേശ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നവമി, ഈ മുനമ്പത്തെ നിവാസികൾ അവർ ഈ വഖഫ് നിയമ ഭേദഗതി വന്നപ്പോൾ വിചാരിച്ചിരുന്നത്, പ്രതീക്ഷിച്ചിരുന്നത് എത്രയും പെട്ടെന്ന് അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുമെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളത് കേന്ദ്രമന്ത്രി തന്നെ ഇന്നലെ നേരിട്ട് മുനമ്പത്തെത്തി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങാനാണ് ആലോചിക്കുന്നത്? ആര്യ, വഖഫ് ഭേദഗതി ബില്ല് പാസ്സാകുന്നതോടെ മുനമ്പത്തെ താമസക്കാർക്ക് അവരുടെ ഭൂമി തിരികെ ലഭിക്കുമെന്ന് പാർലമെന്റിൽ പറഞ്ഞ കേന്ദ്രമന്ത്രി പക്ഷേ ഇന്നലെ മുനമ്പത്തെത്തിയപ്പോൾ നിലപാട് മാറ്റുന്ന സാഹചര്യമായിരുന്നു. മുനമ്പൻ നിവാസികൾ അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനായി അത് സുപ്രീം കോടതി വരെ പോകേണ്ട ഒരു സാഹചര്യമാണ്. അതിനൊപ്പം കേന്ദ്ര സർക്കാരും ഒപ്പം കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ കിരൺ റിജിജു അടക്കമുള്ള നേതാക്കൾ എല്ലാവരും ഒപ്പം ഉണ്ടാകുമെന്നൊരു നിലപാടാണ് ഇന്നലെ പറഞ്ഞത്. ഇന്നലെ ഏറെ പ്രതീക്ഷയോടെയാണ് കിരൺ റിജിജുവിനെ മുനമ്പൻ നിവാസികൾ കാത്തിരുന്നത്. പക്ഷേ ആ കാത്തിരിപ്പെല്ലാം വിഫലമായി. അവർ വീണ്ടും ഈ നിയമ പോരാട്ടവുമായി അല്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകുക എന്നൊരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ആ ഏക പ്രതീക്ഷ ഉണ്ടായിരുന്ന കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ BJP സർക്കാരിൽ പോലും അവർക്ക് ചെറിയ രീതിയിൽ ഒരു നിരാശയുണ്ട്. ഇനി ഏത് രീതിയിലേക്ക് മുന്നോട്ട് പോകണം, നിയമപരമായി തന്നെ മുന്നോട്ട് പോവുക എന്ന ഒരു രീതിയിലല്ലാതെ മറിച്ച് അവർക്ക് മറ്റ് സഹായങ്ങളൊന്നും ലഭിക്കില്ല, ബാക്കി എല്ലാ വാതിലുകളും അടഞ്ഞ മട്ടാണ് ഇപ്പോൾ
മുനമ്പൻ നിവാസികൾക്ക്. പക്ഷെ അവരുടെ പോരാട്ടം അവസാനിക്കുന്നില്ല. ഈ സമരം അത് അങ്ങനെ തന്നെ, നിരാഹാര സമരം അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിയമ പോരാട്ടമായും മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ അവർക്കൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷ അത് വാക്കാൽ മാത്രം ഒതുങ്ങി പോകുന്നു എന്നുള്ളൊരു ആശങ്ക മാത്രമാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവടക്കം ഇന്നലെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. കാരണം എന്താണോ കേന്ദ്ര പ്രതിപക്ഷം അടക്കം പറഞ്ഞത് അത് തന്നെയല്ലേ കേന്ദ്രമന്ത്രിയും ഇന്നലെ വന്ന് മുനമ്പത്തുകാരോട് പറഞ്ഞതെന്ന രീതിയിലുള്ള പരാമർശമായിരുന്നു വി ഡി സതീശനൊപ്പം കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ പറയുന്നത്. മുനമ്പ നിവാസികളെ ചതിച്ചു, വഞ്ചിച്ചു എന്ന രീതിയിലാണ് പ്രതിപക്ഷമടക്കം രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. എന്തായാലും മുനമ്പ നിവാസികളെ സംബന്ധിച്ച് ഇതിനു മുൻപ് സംസ്ഥാന സർക്കാരിൽ നിന്നൊക്കെ ഒരു സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. അതും നിരാശയായി. പിന്നീടുള്ള പ്രതീക്ഷ BJP-യിലായിരുന്നു. അതും ഏതാണ്ട് നിരാശയുടെ വക്കിലെത്തിയിരിക്കുന്ന മട്ടാണ്. എന്തായാലും അവർ സമരത്തിൽ നിന്നും പിന്മാറിയിട്ടില്ല. നിരാഹാര സമരമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം അവരുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് വരെ നിയമ പോരാട്ടവുമായും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ പ്രതീക്ഷയിലായിരുന്നു മുനമ്പത്തെ നിവാസികൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ NDA താങ്ക് യു മോദി എന്ന ക്യാമ്പയിൻ അവിടെ സംഘടിപ്പിച്ചപ്പോൾ അതിനോടൊപ്പം ചേർന്ന് ആഹ്ലാദിക്കാൻ അവരും തയ്യാറായി ഒപ്പം നിന്നത്. പക്ഷേ അവിടെ എത്തിയ കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ അവരെ വല്ലാതെ നിരാശയിലാക്കി കളഞ്ഞു. പകച്ചുപോയി. തങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളൊന്നും ഈ നിയമ ഭേദഗതി കൊണ്ട് ഉടനടി അവർക്ക് ലഭ്യമായി കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കേണ്ടി വന്നു. ഇനിയും ആ സമര പോരാട്ടം, അതിനോടൊപ്പം നിയമ പോരാട്ടവും മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകൂ എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് അവരിപ്പോൾ കൺതുറന്നിട്ടുള്ളത്. അതേസമയം ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗിന്റെ മഹാറാലി ഇന്ന് നടക്കുന്നുണ്ട്. കോഴിക്കോട് വൈകിട്ട് 3 മണിക്കാണ് റാലി നടക്കുന്നത്. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വഖഫ് ഭേദഗതിക്കെതിരായ റാലിയായി, പ്രതിഷേധമായി ഇതിനെ മാറ്റാനല്ലേ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്? സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1 ലക്ഷത്തിലധികം ആളുകൾ ഇന്ന് നടക്കുന്ന മഹാറാലിയിൽ പങ്കെടുക്കുമെന്നാണ് ലീഗ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. പാണക്കാട് തങ്ങളാണ് ഈ റാലി ഉദ്ഘാടനം ചെയ്യുന്നത്. പഞ്ചാബിൽ നിന്നുള്ള PCC പ്രസിഡന്റും ലോക്സഭാ അംഗവുമായ അമരീന്ദർ സിംഗ് രാജാവാറിംഗ് ആണ് ഈ സംഗമത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത്. അദ്ദേഹം ശക്തമായ നിലപാടുകളൊക്കെ പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച ആൾ കൂടിയാണ്. എന്തായാലും ഈ നിയമ ഭേദഗതി വന്ന സമയം മുതൽ ഇത് മുനമ്പത്തെ ഒരു തരത്തിലും നേരിട്ട് ബാധിക്കില്ല, അല്ലെങ്കിൽ മുനമ്പത്തിന് മാത്രമായ ഒരു പോംവഴി ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് പ്രതിപക്ഷവും കേരളത്തിലെ ഭരണപക്ഷവും ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും BJP നേതാക്കൾ വാദിച്ചിരുന്നത് മുനമ്പത്തിന് വേണ്ടിയുള്ള ഭേദഗതി അല്ലെങ്കിൽ മുനമ്പത്തെ സഹായിക്കുന്ന ഭേദഗതി എന്നൊക്കെയാണ്. എന്തായാലും അക്കാര്യത്തിൽ കേന്ദ്രമന്ത്രി തന്നെ ഇന്നലെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇന്നത്തെ ഈ റാലിയിൽ അതിന്റെ ഒരു ആവേശം പ്രകടമാവും. അതായത് തങ്ങൾ ഉദ്ദേശിച്ച തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയത്. മറ്റ് അഭിപ്രായങ്ങളൊക്കെ വെറും അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമായി കരുതിയാൽ മതി, അവകാശ പ്രകടനങ്ങളൊക്കെ അവകാശവാദങ്ങളായി മാത്രം അംഗീകരിച്ചാൽ മതി എന്ന ഒരു നിലപാടിലേക്കാണ് എന്തായാലും ലീഗ് എത്തുക. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള VD സതീശൻ പോലുള്ള പ്രതിപക്ഷ നേതാക്കൾ അടക്കമുള്ള പ്രമുഖ നേതാക്കളും ഇന്നത്തെ സംഗമത്തിൽ പങ്കെടുക്കും. എന്തായാലും ഈ റാലിക്ക് മുമ്പായി പ്രാദേശിക തലത്തിൽ വിവിധ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ പദയാത്രകളും റാലികളും സമ്മേളനങ്ങളും ഒക്കെ നടന്നിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള പ്രചാരണ പരിപാടികൾ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ റാലിയിലേക്ക് എത്തുന്നത്. എന്തായാലും വൈകുന്നേരം വലിയൊരു ജനത്തിരക്ക് തന്നെയാവും ഇന്നത്തെ ഈ റാലിയിൽ ഉണ്ടാവുക. അറിയാം. തീർച്ചയായും MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമ പോരാട്ടം തുടരുന്നതിനോടൊപ്പം തന്നെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം നടത്താനാണ് മുസ്ലിം ലീഗ് കോപ്പുകൂട്ടുന്നത്. മുനമ്പ പ്രശ്നത്തിൽ കേന്ദ്രം കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തതെന്ന് കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി. പ്രശ്നം പരിഹരിക്കാൻ ഭൂപരിഷ്കരണ നിയമ ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന നിയമ പോരാട്ടങ്ങളല്ല ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതെന്നും ജോസ് കെ മാണി പറഞ്ഞു. വഖഫ് ബിൽ ഭേദഗതിയിൽ കൂടെ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കും എന്നുള്ള ധാരണയാണ് കേന്ദ്രം കൊടുത്തിരുന്നത്. പക്ഷെ ഇന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞ കാര്യം എടുത്തു നോക്കുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ കേന്ദ്രം കേരളത്തിന്റെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഈ ബില്ലിന്റെ ഭേദഗതി പാർലമെന്റിൽ വന്നപ്പോൾ തന്നെ കേരള കോൺഗ്രസ് പാർട്ടി വളരെ കൃത്യമായി ചോദിച്ചു, ഇതുകൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയുമോ, ഇതിനു വേണ്ട ഒരു ഭേദഗതി വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം അവർ നൽകിയില്ല. ഇതിനൊരു പരിഹാരം മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് വളരെയധികം അപാകതകൾ ഉണ്ടായിരുന്നു. 2005 അന്നുണ്ടായിരുന്ന റവന്യൂ വകുപ്പ് മന്ത്രി
ലാൻഡ് റിഫോംസ് ആക്ടിലെ 7E പ്രകാരം ഭേദഗതി നടത്തി 10,000-കണക്കിന് കുടുംബക്കാരുടെ പ്രശ്നങ്ങൾ, അവരുടെ സ്വത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയുണ്ടായി. അതേ സമാനമായ അതേ രീതിയിൽ ഒരു ഭേദഗതി കേന്ദ്രം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം കാണുവാൻ കഴിയൂ. അല്ലാതെ ഇതിപ്പോ കോടതിയിലേക്ക് പോയി, സുപ്രീം കോടതിയിലേക്ക് പോയി വർഷങ്ങൾ കഴിഞ്ഞാലും ഇതിനൊരു പരിഹാരം കാണുവാൻ കഴിയാതെ പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനകത്ത് പരിഹാരം കാണുവാനായിട്ട് ഭേദഗതി നടത്തി പരിഹാരം കാണുവാനായിട്ട് കേന്ദ്രം തയ്യാറാകണം. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ വഖഫ് നിയമവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് തീവ്രവാദ സംഘടനകളുടെ പിന്തുണ ലഭിച്ചതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. പ്രാദേശിക നേതാക്കളുടെ സഹായത്തോടെ ബംഗ്ലാദേശി തീവ്രവാദികൾ ഇടപെടലുകൾ നടത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആക്രമണങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പങ്കും കേന്ദ്ര ഏജൻസികൾ ഗൌരവമായി പരിശോധിക്കുന്നുണ്ട്. ബംഗ്ലാദേശ് ആസ്ഥാനമായുള്ള 2 തീവ്രവാദ സംഘടനകളായ ജമാഅത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശ്, അൻസാറുള്ള ബംഗ്ലാ ടീം എന്നിവയിലെ അംഗങ്ങൾക്ക് പശ്ചിമ ബംഗാളിലെ ആക്രമണങ്ങളിൽ പങ്കുണ്ടെന്നാണ് വിവരം. മുർഷിദാബാദ് ജില്ലയിൽ 3 പേരാണ് അക്രമ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും സുതി, ധൂലിയൻ, ജംഗിപൂർ എന്നിവയുൾപ്പെടെ ജില്ലയിലെ പല ഭാഗങ്ങളിൽ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. സുതിയിലാണ് ആദ്യം പ്രതിഷേധമുണ്ടായത്. പോലീസ് സേന അവിടേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ 10 കിലോമീറ്റർ അകലെയുള്ള ഷംഷേർഗഞ്ചിൽ തീവെപ്പും അക്രമവും നടന്നു. മുർഷിദാബാദിലെ സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ പുതിയ അക്രമ സംഭവങ്ങളൊന്നും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആട്ടിയോടിക്കപ്പെട്ട കുടുംബങ്ങൾ വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങിയെന്ന് അധികൃതർ അവകാശപ്പെടുന്നു. അതേസമയം ആൾക്കൂട്ട കൊലപാതകങ്ങൾ, വർഗീയ ആക്രമണങ്ങൾ, പോലീസ് നിഷ്ക്രിയത്വം എന്നിവയെക്കുറിച്ച് അഗ്നി സമാജ് നൽകിയ പരാതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പരിശോധിക്കുന്നുണ്ട്. അക്രമവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തവരുടെ എണ്ണം 221ആയി. ഹർഗോവിന്ദ് ദാസിന്റെയും മകൻ ചന്ദൻ ദാസിന്റെയും കൊലപാതകത്തിൽ പ്രത്യേക അന്വേഷണ സംഘം 2 പേരെ അറസ്റ്റ് ചെയ്തു. ഏപ്രിൽ 12-ന് ദുലിയാനിയിലെ വീട്ടിൽ വെച്ചാണ് ഇരുവരെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ ബങ്കറിൽ നടന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് 9 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. CMRL എക്സാലോജിക് ഇടപാടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം CBIക്ക് വിടണമെന്നാണ് പൊതു താൽപര്യ ഹർജിയിലെ ആവശ്യം. അതിനിടെ SFIO റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് CMRL കോടതിയിൽ അപേക്ഷ നൽകി. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ നൽകും. നവമി, 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, SFIO കേസിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് CMRL കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. CMRLന്റെ നിയമ നീക്കങ്ങൾ അത് ഏത് തരത്തിലായിരിക്കും ഇനി അങ്ങോട്ട്? മാത്രമല്ല, ഈ പൊതു താൽപര്യ ഹർജിയുടെ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയുടെ വിശദാംശങ്ങൾ കൂടി. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകാൻ ചേർന്നത്. ടെലിഫോൺ ലൈനിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. ഈ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ രേഖകളുടെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. അതിനിടെയാണ് SFIO റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് CMRL കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുള്ളത്. നവമി, തുടരാം. ആര്യ, ഈ കുറ്റപത്രം SFIO കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് ED ആവശ്യപ്പെട്ടിരുന്നു. EDക്ക് പകർപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ CMRL അഭിഭാഷകൻ കൂടി ഈ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമർപ്പിച്ചിരിക്കുന്നത്. ഈ പകർപ്പ് ലഭിച്ചതിന് ശേഷം കുറ്റപത്രം റദ്ദാക്കാൻ കോടതിയെ സമീപിക്കുവാനാണ് CMRLന്റെ തീരുമാനം. ആ ഒരു സാഹചര്യത്തിൽ കൂടി ആ ഒരു അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. അതോടൊപ്പം തന്നെയാണ് ഈ CMRLും എക്സാലോജിക്കും തമ്മിലുള്ള ഈ മാസപ്പടി കേസ്, ഈ സാമ്പത്തിക ഇടപാട് കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുപ്രവർത്തകനും പറവൂർ സ്വദേശിയായ MR അജയൻ ഒരു പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഇതിൽ ഈ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ CBIക്ക് ഇത് അന്വേഷണം വിടണം, ഇതിൽ കൃത്യമായി മുഖ്യമന്ത്രിക്ക് അടക്കം പങ്കുണ്ടെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, മുഖ്യമന്ത്രിക്കുള്ള പങ്ക് അത് പുറത്തു കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. CMRL എക്സാലോജിക്ക് ശശിധരൻ കർത്ത, CMRL ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തുകൊണ്ടാണ്, എതിർകക്ഷികളാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആ ഹർജി ഇന്ന് എന്തായാലും കോടതി 10 മണിയോടുകൂടി തന്നെ പരിഗണിക്കുകയും ചെയ്യും. ആര്യ, ശരി. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.
പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ രാഗേഷ് CPM ജില്ലാ സെക്രട്ടറി ആയതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അഴിച്ചുപണിക്ക് കളമൊരുങ്ങുന്നു. രാഗേഷിന്റെ പകരക്കാരനെ ഉടൻ തീരുമാനിക്കും. അനധികൃത സ്വത്ത് സമ്പാദനത്തിന് CBI അന്വേഷണം നിഴലിലുള്ള ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെ മാറ്റണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രാകേഷിന്റെ പകരക്കാരനായി ആരുവരും എന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. പാർട്ടിക്ക് ഇക്കാര്യത്തിൽ റോളില്ലെന്നും മുഖ്യമന്ത്രിയാണ് ആളെ നിർദ്ദേശിക്കേണ്ടത് എന്നുമാണ് CPMന്റെ നിലപാട്. രാകേഷിന് പകരം രാഷ്ട്രീയ നിയമനം തന്നെ ഉണ്ടാകണമെന്നുമില്ല. MV ജയരാജൻ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ ആദായ നികുതി കമ്മീഷണർ ആയിരുന്ന R മോഹനനാണ് പകരമെത്തിയത്. അത്തരത്തിൽ ഭരണപരിചയമുള്ള ഉദ്യോഗസ്ഥരെ വീണ്ടും നിയമിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഈ ആഴ്ച തന്നെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറിയെ മുഖ്യമന്ത്രി തീരുമാനിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വലിയ പരാതിയാണ് CPMനുള്ളിൽ ഉള്ളത്. അതിനാൽ ഓഫീസിൽ സമഗ്രമായ അഴിച്ചുപണി വേണമെന്ന ആവശ്യവുമുണ്ട്. മുഖ്യമന്ത്രി അനുകൂലമെങ്കിൽ രാകേഷിന്റെ മാറ്റം അതിനുള്ള വഴിയൊരുക്കും. ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ KM എബ്രഹാമിനെ മാറ്റാനുള്ള സാധ്യതയും ഏറെയാണ്. രാജിവെക്കില്ലെന്നും മുഖ്യമന്ത്രിയാണ് അക്കാര്യം തീരുമാനിക്കേണ്ടതെന്നും കഴിഞ്ഞ ദിവസം എബ്രഹാം പ്രതികരിച്ചിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദനത്തിന് CBI അന്വേഷണം നേരിടുന്നയാളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രധാന പദവിയിൽ തുടരാൻ അനുവദിക്കുന്നത് ധാർമ്മികമായി ശരിയല്ലെന്ന വാദം ശക്തിപ്പെടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷത്തിൽ താഴെ മാത്രമാണ് ബാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മാറ്റം വരുത്തി നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനും ഓഫീസിനെ കൂടുതൽ ജനകീയമാക്കാനും ഇതാണ് മികച്ച അവസരം എന്ന് കരുതുന്നവർ CPMലും ഏറെയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ED കുറ്റപത്രം നൽകിയതിൽ കോൺഗ്രസ് ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധിക്കും. ED ഓഫീസുകൾ ഉപരോധിച്ച് പ്രതിഷേധിക്കാനാണ് ആഹ്വാനം. AICC ഓഫീസിന് മുന്നിൽ നിന്ന് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചായി ED ഓഫീസിലെത്തും. ഇതിനിടെ ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വദ്രയെ ED ഇന്നും ചോദ്യം ചെയ്യും. MG മിഥുൻ കൂടുതൽ വിവരങ്ങൾ നൽകും. മിഥുൻ, വലിയ പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഏത് തരത്തിൽ ആ പ്രതിഷേധം നീങ്ങും? ഈ കേന്ദ്ര സർക്കാർ EDയെ ഉപയോഗിച്ച് രാഷ്ട്രീയമായി പകപോക്കുന്നു എന്നുള്ളതാണല്ലോ മറുവാദം. ആര്യ, 2014 ഈ കേസിന് ആസ്പദമായി സുബ്രഹ്മണ്യ സ്വാമിയാണ് BJP നേതാവ് ഇതിനെ സംബന്ധിച്ചുള്ള ഹർജി നൽകുന്നത്. അതായത് ഏകദേശം 2000 കോടിയോളം വിലമതിക്കുന്ന ഭൂമി ഏകദേശം 50 ലക്ഷം രൂപയ്ക്ക് ചുളുവിലേക്ക് അടിച്ചെടുത്തു എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് ഈ ഹർജിയുടെ ആസ്പദമായി മുന്നോട്ട് വെക്കുകയും ചെയ്തത്. അതിനുശേഷം 2021 EDയും ഒപ്പം തന്നെ CBIയും ഈ കേസ് പരിഗണനയ്ക്കെടുക്കുന്നത്, അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് 2022 സോണിയാഗാന്ധിയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. രാഹുൽ ഗാന്ധിയെ ഏകദേശം 50 മണിക്കൂറിലധികം സമയമെടുത്ത് ചോദ്യം ചെയ്യുകയും കൃത്യമായ വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ED കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത്. അതിൽ 1ാം പ്രതി സോണിയാഗാന്ധിയും 2ാം പ്രതി രാഹുൽ ഗാന്ധിയുമാണ്. അതിനു പുറമെ മറ്റ് പ്രതികളുമുണ്ട്. അത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ ചാരിറ്റി പ്രവർത്തനം എന്ന യങ് ഇന്ത്യ എന്ന കമ്പനിയിൽ ചാരിറ്റി പ്രവർത്തനം എന്ന രീതിയിൽ വ്യാജേന ഏകദേശം 5000 കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ട്, കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ED കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായി പോരാടാനായി കോൺഗ്രസ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. രാജ്യവ്യാപകമായി ED ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തണമെന്നുള്ള ആഹ്വാനമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി AICC ആസ്ഥാനത്ത് നിന്ന് 11 മണിയോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർ ഈ ED ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തും. വലിയ പ്രവർത്തകരുടെ ഒരു വലിയ നിര തന്നെ ഈ ഒരു മാർച്ചിനെ അനുഗമിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേതാക്കളും ഈ ഒരു മാർച്ചിനെ അനുഗമിക്കുകയും ചെയ്യും. മുതിർന്ന എല്ലാ നേതാക്കളും ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്കും ഒപ്പം തന്നെ മറ്റ് സമര പോരാട്ടങ്ങളിലേക്കും കടക്കുന്നതിന് വേണ്ടിയും നിയമ പോരാട്ടം എങ്ങനെ നടത്തണം, സുപ്രീം കോടതിയെ സമീപിക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണനയിലുണ്ട്. അതടക്കം തീരുമാനിക്കുന്നതിന് വേണ്ടി വൈകിട്ട് കോൺഗ്രസ് നേതാക്കളുടെ യോഗവും വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള തുടർ നീക്കത്തിലേക്ക് കോൺഗ്രസ് കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പിന്നോട്ടില്ലാതെ രാഷ്ട്രീയ പകപോക്കൽ എന്ന രീതിയിൽ രാജ്യവ്യാപകമായി പ്രചരണം നടത്തിക്കൊണ്ട് പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം റോബർട്ട് വദ്രയെ ഈ DLF ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ED ചോദ്യം ചെയ്തിരുന്നു. ഏകദേശം 50 കോടിയോളം രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ED നേരത്തെ നോട്ടീസ് നൽകിയത്. ഇന്നലെ 11 മണിയോടുകൂടി ഹാജരായ റോബർട്ട് വദ്രയെ 7 മണിക്കൂറോളം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും ഹാജരാകണമെന്ന് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്ന് 11 മണിയോടുകൂടി അദ്ദേഹം വീണ്ടും EDക്ക് മുന്നിലേക്ക് എത്തും. കൃത്യമായി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്, വിവരങ്ങൾ തേടേണ്ടതായിട്ടുണ്ട്. ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും നേതാക്കൾക്ക് പങ്കുണ്ടോ? അതായത് നേരത്തെ അവിടുത്തെ ഭൂപേന്ദ്ര ഹൂഡ അടക്കമുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ റോബർട്ട് വദ്രയെ ഒപ്പം ഇരുത്തിക്കൊണ്ട് ചോദിച്ചറിയുകയും ചെയ്യും. എന്തായാലും വലിയ രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ആര്യ. ശരി, എം ജെ മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. PM ശ്രീയിൽ ചേരാതെ അവകാശങ്ങൾ കണക്ക് പറഞ്ഞു വാങ്ങണമെന്ന് CPI മുഖപത്രമായ ജനയുഗം. മോദി സർക്കാരിന്റെ ദുശാഠ്യത്തിന് വഴങ്ങരുത്. PM ശ്രീ പദ്ധതി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഇപ്പോൾ തന്നെ കേരളത്തിലുണ്ട്. കേരളം ഇതുവരെ വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ ഇല്ലാതാക്കാനാണ് നീക്കമെന്നും ജനയുഗം വിമർശിക്കുന്നു. PM ശ്രീയുടെ മറവിൽ ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാനാണ് ശ്രമമെന്ന് AISF ആരോപിച്ചു. VV അരുൺ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, നേരത്തെ തന്നെ CPI ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചതാണ്. ഇന്ന് നടക്കാൻ പോകുന്ന മന്ത്രിസഭാ യോഗത്തിലടക്കം ഈ പ്രതിഷേധം അറിയിക്കില്ലേ? അതേത് തരത്തിൽ CPM മുഖവിലേക്കെടുക്കും? ആര്യ, PMC പദ്ധതിയിൽ സർക്കാർ സമ്മർദ്ദമേറുകയാണ്. CPI നിലപാട് കടുപ്പിക്കുന്നു. PMC പദ്ധതി അംഗീകരിക്കാൻ PMC പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തപ്പോൾ തന്നെ CPI മന്ത്രിമാർ അതിനെ എതിർപ്പ് പരസ്യമാക്കിയിരുന്നു. പിന്നീട് ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറിയും അതിനെ എതിർപ്പ് തുറന്നു പറഞ്ഞു. അതിന് പിന്നാലെയാണ് V ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി കടുത്ത വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ രംഗത്ത് വന്നത്. PMCയുമായി മുന്നോട്ട് പോകുമെന്ന നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ബിനോയ് വിശ്വത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുന്നണി യോഗത്തിലാണ് പറയേണ്ടിയിരുന്നതെന്നായിരുന്നു ശിവൻകുട്ടിയുടെ പരാമർശം. ഏതായാലും നിലപാടിൽ നിന്ന് ഒരിഞ്ചുപോലും പിന്നോട്ട് പോകാൻ തയ്യാറില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് CPIയുടെ മുഖപത്രത്തിൽ നിന്ന് വന്ന ലേഖനം. PMCയിൽ ചേരേണ്ടതില്ലെന്ന് മുഖപത്രം പറയുന്നു, ജനയോഗം പറയുന്നു. മോദി സർക്കാർ ദുശാഠ്യത്തിന് വഴങ്ങരുത്. PMCയിൽ ചേരാത്തതിനാൽ SSA ഫണ്ട് തടഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് പോരാട്ടത്തിലൂടെ നേടിയെടുക്കണം. PMC പദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഇപ്പോൾ തന്നെ കേരളത്തിലുണ്ട്. ലാപ്ടോപ്പുകളില്ലാത്ത സ്കൂളുകൾ കേരളത്തിലുണ്ടാകില്ല. കേരളം ഇതുവരെ വിദ്യാഭ്യാസ മേഖലയിൽ നേട്ടങ്ങൾ ഇല്ലാതാക്കാനാണ് നീക്കം. കേന്ദ്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നതിന് പകരം അവകാശങ്ങൾ കണക്കു പറഞ്ഞ് വാങ്ങണമെന്ന് CPI മുഖപത്രം നിർദ്ദേശിക്കുന്നു സർക്കാരിനോട്. അതായത് PMC ചേരാതെ തന്നെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാകുമെന്ന നിലപാടാണ് ജനയോഗം CPIയുടെ മുഖപത്രം CPIയുടെ നിലപാടായി കൂടി മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് സർക്കാരിന് വലിയ സമ്മർദ്ദമുണ്ടാക്കും. പദ്ധതിയുമായി മുന്നോട്ട് പോകണമെങ്കിൽ മന്ത്രിസഭയുടെ അനുമതി വേണം. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇത് പരിഗണനയ്ക്ക് വരുമോ എന്ന് വ്യക്തമല്ല. കാരണം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ വന്നപ്പോൾ തർക്കം CPI മന്ത്രിമാർ എതിർപ്പ് അറിയിക്കുകയും ഒരു സമവായത്തിന് ശേഷം മന്ത്രിസഭയിലേക്ക് വിഷയം എത്തട്ടെ എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുകയുമായിരുന്നു. അതുകൊണ്ട് ഇന്ന് അത് വീണ്ടും പരിഗണിക്കുമോ എന്ന് വ്യക്തതയില്ല. മുന്നണി യോഗത്തിന്റെ ചർച്ചയ്ക്ക് വരേണ്ട ഒരു വിഷയമായി നയപരമായ വിഷയമായി ഇത് മാറിക്കഴിഞ്ഞു. സർക്കാരിനെ വിദ്യാഭ്യാസ വകുപ്പിനെ സമ്മർദ്ദത്തിലാക്കുന്ന കടുത്ത നീക്കമാണ് ഈ വിഷയത്തിൽ CPI ഇപ്പോൾ നടത്തുന്നത്. തീർച്ചയായും VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. PM ശ്രീ പദ്ധതിക്കെതിരായ നിലപാട് കടുപ്പിക്കുകയാണ് CPI. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച സർവകക്ഷി യോഗവും മതമേലധ്യക്ഷന്മാരുടെ യോഗവും ഇന്ന് രാവിലെ 11:30 മതമേലധ്യക്ഷന്മാരുടെ യോഗം. വൈകിട്ട് 3:30 സർവകക്ഷി യോഗവും ചേരും. 2 യോഗങ്ങളും ഓൺലൈനായാണ് ചേരുക. യോഗങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണും. വാർത്തകളിലേക്ക്. കൊല്ലം പൂരത്തിൽ RSS നേതാവിന്റെ ചിത്രം പ്രദർശിപ്പിച്ചു. കൊല്ലം ആശ്രാമം മൈതാനത്ത് നടന്ന പുതിയകാവ് ക്ഷേത്ര ഉത്സവത്തിന്റെ കുടമാറ്റ ചടങ്ങിലാണ് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തിയത്. നവോത്ഥാന നായകന്മാരുടെ ചിത്രത്തിനൊപ്പമാണ് ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തിയത്. വിനീഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനീഷ്, ഇപ്പോൾ ഈ ക്ഷേത്രോത്സവങ്ങളിലൊക്കെ രാഷ്ട്രീയ കടന്നുകയറ്റം അത് നിരന്തരം കാണുന്ന ഒരു സാഹചര്യമാണ്. ഈ വിഷയത്തിൽ പ്രതിഷേധമുയരുന്നുണ്ടോ? തീർച്ചയായും ആര്യ, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് നിലനിൽക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു ആരോപണവും കൂടി ഇപ്പോൾ കൊല്ലത്തിന് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. കൊല്ലം പൂരത്തിൽ RSS സ്ഥാപക നേതാവിന്റെ ചിത്രം പ്രദർശിപ്പിച്ചു എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. കൊല്ലം ആശ്രാമം മൈതാനത്ത് നടന്ന പുതിയകാവ് ക്ഷേത്രോത്സവത്തിന്റെ കുടമാറ്റ ചടങ്ങിലാണ് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തിയത്. നവോത്ഥാന നായകന്മാരുടെ ചിത്രത്തിനോടൊപ്പം തന്നെയായിരുന്നു ഹെഡ്ഗേവാറിന്റെ ചിത്രവും ഉയർത്തിയതെന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. കുടമാറ്റ ചടങ്ങിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ എല്ലാം ചിത്രങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. അതിനോട് ചേർന്നാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. താമരക്കുളം ഭഗവതികാവും പുതിയകാവ് ഭഗവതി ക്ഷേത്രവും ചേർന്നാണ് കുടമാറ്റ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നത്. വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടിയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. എന്തായാലും കൊല്ലം പൂരം വലിയൊരു വിവാദത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വിനീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിനീഷ്, ഈ വിഷയത്തിൽ ഔദ്യോഗികമായ പരാതികൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? അത്തരത്തിലുള്ള പരാതികൾ ലഭ്യമായില്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യമുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണം നടന്നു വരുന്നതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്.
എന്തായാലും അല്പസമയത്തിനകം തന്നെ കൂടുതൽ വ്യക്തത വരും. സംഭവത്തിൽ പോലീസിന്റെ ഒരു ഇടപെടൽ നടന്നതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. തീർച്ചയായും എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം പൂരത്തിലാണ് ഇത്തരത്തിൽ RSS നേതാവിന്റെ ഹെഡ്ഗേവാറിന്റെ ചിത്രം ഈ കുടമാറ്റത്തിൽ പ്രദർശിപ്പിച്ചത്. നവോത്ഥാന നായകർക്കൊപ്പമായിരുന്നു ഹെഡ്ഗേവാറിന്റെ ചിത്രം കൂടി പ്രദർശിപ്പിച്ചത്. നേരത്തെ ഈ ഗണഗീത ആലാപനവും വിപ്ലവഗാന ആലാപനവും ഒക്കെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് തന്നെ നടന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ രാഷ്ട്രീയമായ ചിഹ്നങ്ങൾ ഉയർത്തി കാണിക്കുന്ന തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടാകാൻ പാടില്ല, കർശനമായ നടപടി സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് അന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത്. എന്നിരുന്നാൽ പോലും വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. ഇന്നലെ ആത്മഹത്യ ചെയ്ത മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും അഭിഭാഷകയുമായ ജിസ്മോൾ തോമസിന്റെയും മക്കളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം. പിതാവ് ഉൾപ്പെടെ വിദേശത്ത് നിന്നും എത്തിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ. ജിസ്മോൾക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അടുത്ത ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ജി ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, വലിയ വിഷമമുണ്ടാക്കിയ ഒരു വാർത്തയാണ് ഈ ജിസ്മോൾ നേരിട്ടിരുന്ന കുടുംബ പ്രശ്നങ്ങൾ. അത് ഏത് തരത്തിലാണെന്നാണ് ഈ കുടുംബം പറയുന്നത്? പോലീസിന്റെ അന്വേഷണം ഏത് തരത്തിൽ പുരോഗമിക്കുന്നു? ഏത് തരത്തിലാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അടുത്ത ബന്ധുക്കളാണുള്ളത്. ഈ അച്ഛൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ അങ്ങനെയുള്ളവരൊക്കെ വിദേശത്താണുള്ളത്. അവർ നാളെ അച്ഛനെത്തും. നാളെ തന്നെ ഒരുപക്ഷെ സഹോദരനും സഹോദരിയും ഒക്കെ എത്താനാണ് സാധ്യത. ഇതിന് ശേഷമായിരിക്കും അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുക. എന്തായാലും പോലീസ് അന്വേഷണം തുടരുകയാണ്. അടുത്ത ബന്ധുക്കൾ ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു മൊഴി മാത്രമാണ്. അടുത്ത ഈ അച്ഛന്റെ ഒക്കെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഇതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുക. ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പെട്ടെന്നുള്ള ആത്മഹത്യക്ക് തക്കവണ്ണം എന്തോ സംഭവം ആ വീട്ടിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഉള്ള ബന്ധുക്കളോട് സംസാരിക്കുമ്പോൾ ഈ ജിസ്മോളുടെ ഭർത്താവിനെതിരെ കാര്യമായ പരാതിയൊന്നും വന്നിട്ടില്ല. പക്ഷേ വീട്ടിലുള്ള മറ്റു പലർക്കെതിരെയും പല പരാതികളും ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ പോലീസ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം ഇത് തന്നെയാണോ എന്ന തരത്തിലുള്ള പരിശോധന നടത്തി വരികയാണ്. എന്തായാലും രാവിലെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം പരിശോധനയിലായിരിക്കും കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുക. പലതരത്തിലുള്ള ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തുന്നു. ഇന്നലെ തന്നെ, അതായത് ഈ ഫാനിൽ കെട്ടി തൂങ്ങാനുള്ള ശ്രമം നടത്തുന്നു. ഫാനിന്റെ ലീഫ് വളഞ്ഞ നിലയിൽ ഉണ്ടായിരുന്നു. ഈ കുട്ടികൾക്ക് വിഷം നൽകിയിട്ടുണ്ട്, കൈത്തണ്ട മുറിച്ചിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയ ശേഷമാണ് ഏറ്റവും ഒടുവിൽ സ്കൂട്ടറിൽ കയറി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഈ ഭർത്താവും ഭർത്തൃമാതാവും ഒക്കെ ആശുപത്രിയിൽ, ഈ ഭർത്തൃമാതാവിന് ക്യാൻസർ രോഗബാധിതയാണ്, അവരുമായി ആശുപത്രിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാവിലെ ജോലിക്കാരി വീട്ടിലെത്തിയ സമയത്ത് അവരെയും പറഞ്ഞുവിട്ട ശേഷമാണ് ഇങ്ങനൊരു ആത്മഹത്യയിലേക്ക് ജിസ്മോൾ എത്തിയത് എന്നുള്ളതാണ്. എന്തായാലും ദുരൂഹമായ പലതും ഉണ്ട്. അതിൽ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് ഏറ്റുമാനൂർ പോലീസ്. തീർച്ചയായും ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്, അഭിഭാഷകയാണ് ഇത്തരത്തിൽ വലിയൊരു കൃത്യം ചെയ്തിരിക്കുന്നത്. അതും മക്കളെ കൂടി ഈ ആത്മഹത്യയിൽ ഇല്ലാതാക്കി എന്നുള്ളതാണ്. സമാനമായ ഒരു വാർത്ത തന്നെയായിരുന്നു കരുനാഗപ്പള്ളി ആദിനാട് നിന്ന് ഇന്നലെ വന്നത്. അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവം. അതിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. 3 പേരുടെയും മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പുത്തൻകണ്ടത്തിൽ താരാജി കൃഷ്ണ, മക്കളായ ടി അനാമിക, ടി ആത്മിക എന്നിവരാണ് ഇന്നലെ മരിച്ചത്. എസ് വിനീഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനീഷ്, എന്തായിരുന്നു മക്കളെയും കൂട്ടി ഈ ഒരു ആത്മഹത്യക്ക് കാരണം എന്നുള്ളത് പോലീസിന് വ്യക്തമായിട്ടുണ്ടോ? ആര്യ, കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത കുടുംബത്തിലെ 3 മൃതദേഹങ്ങൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അമ്മ 35 വയസ്സുള്ള താര, 6ഉം 1.5 വയസ്സുള്ള അനാമിക, ആത്മിക എന്നീ പെൺകുട്ടികളുടെയും മൃതശരീരങ്ങളാണ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്നത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാകും തുടർന്നുള്ള വീട്ടുവളപ്പിലാകും സംസ്കാര നടപടികളെല്ലാം നടക്കുക എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 3 മണിയോട് കൂടിയായിരുന്നു താര മക്കളോടൊപ്പം ആത്മഹത്യ ശ്രമം നടത്തിയതും തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയും ചെയ്തത്. കരുനാഗപ്പള്ളി പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. കരുനാഗപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കളിൽ നിന്നും അതുപോലെ ഈ പ്രദേശവാസികളിൽ നിന്നെല്ലാം മൊഴി രേഖപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ അന്വേഷണം ഇവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാകും നടത്തുക. എന്തായാലും ഇവരുടെ ഒരു കുടുംബ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് പ്രാഥമികമായി തന്നെ ലഭിച്ച വിവരം. ഇവർക്കൊരു സ്വത്ത് തർക്കം നിലനിന്നിരുന്നു. ഈ
താരയുടെ ഭർത്താവിന്റെ കുടുംബവുമായിട്ട് ചില സ്വത്ത് തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പോലീസ് ഇടപെട്ട് ഈ താരയുടെ ഭർത്താവ് പ്രവാസിയാണ്, നാട്ടിലെത്തുമ്പോൾ തുടർന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നുള്ളത് ഉറപ്പ് നൽകിയിരുന്നു എന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും പോലീസ് സ്റ്റേഷനിൽ ഇവരെ വിളിച്ച് സംസാരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലുള്ളൊരു ആത്മഹത്യ നടന്നിരിക്കുന്നത്. ആര്യ എന്തായാലും പോലീസ് ഈ ഒരു കാര്യത്തിൽ അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ വ്യക്തത വരാനുണ്ട്. കൃത്യമായിട്ടുള്ള അന്വേഷണം തുടരുന്നതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ശരി, എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം കടമല അട്ടിവളവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. കർണാടക സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റി. മുതലപ്പുഴയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ സമരസമിതിയുമായി ഇന്ന് ചർച്ച നടത്തും. ഹാർബർ വികസന സമിതി അംഗങ്ങൾ, ജനപ്രതിനിധികൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. അതേസമയം മത്സ്യബന്ധനം പൂർണ്ണമായി തടസ്സപ്പെട്ടതിൽ പ്രതിഷേധവും ശക്തമാവുകയാണ്. താങ്ങുവല അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഴിമുഖത്ത് അനിശ്ചിതകാല കുടിൽ കെട്ടി സമരം ആരംഭിക്കും. ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധവും ഉണ്ടാകും. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥി ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. UDFിൽ ആര്യാടൻ ഷൌക്കത്ത്, VS ജോയി എന്നീ 2 പേരുകളിലാണ് ചർച്ച. സ്വതന്ത്രരെ മുൻനിർത്തിയുള്ള പരീക്ഷണത്തിനാണ് LDF ആലോചിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിനായി ഒരുക്കവും തുടങ്ങിയിട്ടുണ്ട്. ചന്തക്കുന്നിലാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ചുവരെഴുത്ത് തുടങ്ങിയത്. CV അനുമോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. അനുമോദ്, എല്ലാവരും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ UDFന് പക്ഷേ അതിലേക്ക് എത്താൻ ഒരു തരത്തിലും ആകുന്നില്ല എന്നുള്ളത് അതൊരു തലവേദനയായി മാറുകയാണോ? ആര്യ, നിലമ്പൂരിലെ UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം മുൻപൊന്നുമില്ലാത്ത വിധം UDFന് അനുകൂലമായ സാഹചര്യം മണ്ഡലത്തിലുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുൻപ് UDFനെ തോൽപ്പിച്ച 2 തവണ UDFനെ തോൽപ്പിച്ച PV അൻവർ ഇത്തവണ UDFനൊപ്പമാണ് എന്നുള്ളതാണ്. അതിലുപരി ഇത്തവണ സർക്കാരിന്റെ എതിരായിട്ടുള്ള ഒരു വികാരം, അത് സ്വാഭാവികമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള അവസാന ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ അതും നിലമ്പൂരിൽ പ്രതിഫലിക്കുമെന്നും UDF കരുതുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കാം എന്ന വലിയ ആത്മവിശ്വാസം പിടിച്ചുലർത്തുന്നു. VS ജോയി, അരുൺ ഷൌക്കത്ത് എന്നീ 2 പേരുകളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ചർച്ചയ്ക്കുള്ളത്. ഇതിൽ ആരെ തീരുമാനിക്കുമെന്ന കാര്യത്തിൽ സത്യത്തിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി ആരെ പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിൽ വലിയ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അതിന് ചർച്ചകൾ പല തലങ്ങളിലായി നടക്കുന്നുണ്ട്. അരുൺ ഷൌക്കത്തിനെ സംബന്ധിച്ച് അദ്ദേഹം അരുൺ മുഹമ്മദിന്റെ മകനാണ്. മാത്രമല്ല നിലമ്പൂരിലേറെ വേരുകളുള്ള കോൺഗ്രസ് നേതാവാണ്. ഒരു തവണ നിലമ്പൂരിൽ മത്സരിച്ച വ്യക്തിയാണ്. VS ജോയി ആവട്ടെ നിലമ്പൂർ സ്വദേശി തന്നെയാണ്. DCC പ്രസിഡന്റാണ്, യുവ നേതാവാണ്. പാർട്ടിയിൽ കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന വ്യക്തിത്വമാണെന്ന വിലയിരുത്തലുണ്ട്. അതിലുപരി നേതൃത്വത്തിന്റെ പിന്തുണകളാണ്. അത്തരത്തിൽ 2 പേർക്കും അവരുടേതായ ശക്തിയും അതേപോലെ ദൗർബല്യങ്ങളുണ്ട്. ഇവിടെ നിലമ്പൂരിൽ നിലവിലെ സാഹചര്യത്തിൽ ക്രിസ്തീയ സഭകളുടെ ഒരു പിന്തുണ UDFന് ആവശ്യമാണ് കേരളത്തിൽ എന്നിരിക്കെ VS ജോയിയെ പരിഗണിക്കുമ്പോൾ അതിന്റെ ഒരു സാധ്യത പ്രധാനമായിട്ടും VS ജോയി അനുകൂലികൾ ഉയർത്തുന്നുണ്ട്. മറുവശത്ത് മുസ്ലിം ലീഗ് അടക്കമുള്ളവരുടെ, അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ടുകൾ കൂടുതൽ സമാഹരിക്കാൻ ഷൌക്കത്തിന് കഴിയുമെന്ന് ഷൌക്കത്തിന് അനുകൂലിക്കുന്നവർ ഉന്നയിക്കുന്നു. ഇത്തരത്തിൽ അവകാശവാദങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ തന്നെ ഉയർത്തപ്പെടുന്നുണ്ട്. ഇതിൽ ആരെയും വലിയ പ്രതിസന്ധിയിലാക്കാതെ സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നടക്കുന്നത്. ഏതെങ്കിലും ഒരാൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകി മറ്റേയാൾക്ക് അർഹിക്കുന്ന തരത്തിലുള്ള ഒരു പരിഗണന, ന്യായമായ പരിഗണന നൽകുമെന്നൊരു ഉറപ്പാണ് നേതൃത്വം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വം ഒരുപക്ഷെ നിയമസഭ ബൈ ഇലക്ഷൻ എന്നാണ് പ്രഖ്യാപിക്കുക എന്നറിയില്ല. എന്ന് പ്രഖ്യാപിച്ചാലും അന്നേ ദിവസം ഒരുപക്ഷെ ഈ നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുവാൻ. അതേസമയം LDF ആകട്ടെ സ്വതന്ത്ര പരീക്ഷണങ്ങൾ തുടരുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. പല പേരുകളും പരിഗണനയിലുണ്ട്. U ഷറഫ് അലി, അതുപോലെ തന്നെ മുൻപ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച മാത്യു സെബാസ്റ്റ്യൻ, അതുപോലെ തന്നെ DYFയുടെ നേതാവ് ഷബീർ, ഇവരുടെയൊക്കെ പേരുകൾ സജീവമായിട്ടും LDFന്റെ പരിഗണനയിലുണ്ട്. അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് പക്ഷേ UDFിൽ നിന്നും അതൃപ്തികരണ ഏതെങ്കിലും നേതാവ് പുറത്തു വരികയാണെങ്കിൽ അവരെ സ്ഥാനാർത്ഥിയാക്കി പിന്തുണയ്ക്കാവുന്ന സാധ്യതകളും LDF പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സ്ഥാനാർത്ഥി ചർച്ചകൾ ചൂടുപിടിക്കുമ്പോഴും UDFനെ സംബന്ധിച്ച് 2-ൽ ഒരാൾ എന്ന പേരിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടതുള്ളപ്പോൾ LDF UDFന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് അറിഞ്ഞതിന് ശേഷം
അവരുടെ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കാം അല്ലെങ്കിൽ പ്രഖ്യാപിക്കാമെന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് മണ്ഡലത്തിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവർ UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചുമരെഴുത്തും ആരംഭിച്ചിട്ടുണ്ട്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് സമിതിയെ നിയോഗിക്കാൻ കോൺഗ്രസ്. സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ട VS ജോയിയും ആര്യാടൻ ഷൌക്കത്തും കടുംപിടുത്തം തുടരുന്ന പശ്ചാത്തലത്തിലാണ് തർക്കങ്ങൾ ഒഴിവാക്കി സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കം. ഇന്ന് ചേരുന്ന KPCC എക്സിക്യൂട്ടീവിന് പിന്നാലെ പ്രത്യേക സമിതി യോഗം ചേരുമെന്നാണ് സൂചന. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉടൻ ഉണ്ടായേക്കുമെന്ന സൂചനകൾക്കിടെയാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കോൺഗ്രസ് സജീവമാക്കുന്നത്. സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ച DCC അധ്യക്ഷൻ VS ജോയിയും മണ്ഡലത്തിലെ മുൻ സ്ഥാനാർത്ഥി കൂടിയായ ആര്യാടൻ ഷൌക്കത്തും സീറ്റിനു വേണ്ടി അവകാശവാദം തുടരുന്ന പശ്ചാത്തലത്തിലാണ് തർക്കങ്ങൾ ഒഴിവാക്കി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ സമിതിയെ നിയോഗിക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം AP അനിൽകുമാർ തുടങ്ങിയവരാകും സമിതി അംഗങ്ങളെന്നാണ് സൂചന. അൻവറിന് മുൻപിൽ തോൽക്കാതിരിക്കാൻ LDF കടുത്ത പോരാട്ടത്തിന് വഴിയൊരുക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതേസമയം VS ജോയിയും ആര്യാടൻ ഷൌക്കത്തും അനൌദ്യോഗികമായി സ്വന്തം നിലയ്ക്ക് മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങിയതാണ് നേതൃത്വത്തിന് തലവേദനയാകുന്നത്. അനുനയ നീക്കത്തിന്റെ ഭാഗമായി പ്രാദേശിക നേതൃത്വത്തിന് കൂടി സ്വീകാര്യതയുള്ള പൊതുസമ്മതനെ പരിഗണിക്കണമെന്ന ആവശ്യവുമായി മലപ്പുറത്തു നിന്നുള്ള ഒരു വിഭാഗം നേതാക്കൾ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ടതായാണ് വിവരം. ഈ പശ്ചാത്തലത്തിലാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് സമിതിയെ നിയോഗിക്കാനുള്ള നേതൃത്വത്തിന്റെ തീരുമാനം. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം. സ്വാതന്ത്ര്യ സമര സേനാനി സർ ചേറ്റൂർ ശങ്കരൻ നായരെ അനുസ്മരിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം ചർച്ചയാവുകയാണ്. കോൺഗ്രസ് ചേറ്റൂരിനെ ലജ്ജാകരമായ രീതിയിൽ മറന്നു എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ആരോപണം. അക്ഷയ് കുമാർ അഭിനയിക്കുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ കഥ പറയുന്ന ചലച്ചിത്രം പുറത്തിറങ്ങാനിരിക്കെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ഏക മലയാളി വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. അഭിഭാഷകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ ഓർമ്മകൾ കോൺഗ്രസ് ഉപേക്ഷിച്ചു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനം. ചേറ്റൂരും അംബേദ്കറും ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ കോൺഗ്രസ് ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഗാന്ധി കുടുംബത്തെ മാത്രം നേതാക്കളായി ഉയർത്തിക്കാണിക്കുന്നതിന് മറ്റുള്ളവരുടെ സംഭാവനകളെ കോൺഗ്രസ് മനഃപൂർവ്വം മറച്ചുവെച്ചുവെന്നും പ്രധാനമന്ത്രി. शंकरन नायर का नाम नहीं सुना होगा, लेकिन आजकल इनकी बहुत चर्चा हो रही है. शंकरन नायर जी एक प्रसिद्ध वकील थे और उस जमाने में 100 साल पहले अंग्रेजी सरकार में बहुत बड़े पद पर विराजमान थे. वो सत्ता के साथ रहने का सुख, चैन, मौज सब कुछ कमा सकते थे. ചരിത്രത്തിൽ നിന്ന് ചേറ്റൂർ ശങ്കരൻ നായരെ കോൺഗ്രസ് തുടച്ചു നീക്കിയത് ലജ്ജാകരമാണെന്ന വിമർശനം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ ഉന്നയിച്ചിരുന്നു. ചേറ്റൂർ കൂടുതൽ പരിഗണന അർഹിക്കുന്നുവെന്ന അഭിപ്രായം കോൺഗ്രസ് നേതാവ് ശശി തരൂരും എക്സിൽ കുറിച്ചിരുന്നു. ഇതോടൊപ്പമാണ് പ്രധാനമന്ത്രിയുടെയും വിമർശനം. 1919 ഏപ്രിൽ 13 ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൌൺസിലിലെ ഏക ഇന്ത്യക്കാരനായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായർ ആ സ്ഥാനം രാജിവെച്ചു. 1992 തന്റെ പുസ്തകത്തിൽ കൂട്ടക്കൊല നടന്ന സമയത്ത് പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന മൈക്കിൾ ഒഡയറിനെ വിമർശിച്ചു. അതിന്റെ പേരിൽ നിയമ നടപടികൾ നേരിട്ടു. അക്ഷയ് കുമാർ അഭിനയിച്ച കേസരി ചാപ്റ്റർ 2 എന്ന സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴാണ് ചേറ്റൂർ ശങ്കരൻ നായരുടെ സംഭാവനകൾ വീണ്ടും രാജ്യത്ത് ചർച്ചയാകുന്നത്. താൻ അവതരിപ്പിക്കുന്ന ചരിത്രപുരുഷനെ ആദരിച്ചതിന് പ്രധാനമന്ത്രിയോട് നന്ദി പറഞ്ഞ അക്ഷയ് കുമാർ ഹരിയാനയിൽ മോദി നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പ് എക്സിൽ പങ്കുവച്ചു. ന്യൂസ് ഡെസ്ക്, News 18. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായി ന്യൂസ് ട്രെൻഡ്സ് കാണാം. KP അഭിലാഷ് ചേരും. നമസ്കാരം.